നിലമ്പൂരിലെ ചൊണ്ടിയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. സ്കൂൾ കുട്ടികളുടെ നേരെ തെരുവുനായ പാഞ്ഞെടുത്തു. കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. ഇപ്പോൾ തിരൂരിൽ നിന്ന് സമീർ, ഈ മേഖലയിൽ തെരുവുനായ ശല്യം ഇത്രയും രൂക്ഷമാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഒരു ഇടപെടൽ ആരും നടത്താത്തത്? ഇപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഈ സ്കൂളിലേക്ക് പോവുക, ആ വഴി യാത്ര ചെയ്യുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കുമാർ, വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യം ഈ ഭാഗത്തുണ്ട് എന്നുള്ള വാസികൾ വ്യക്തമാക്കുന്നു. ഇന്ന് രാവിലെയാണ് നിലമ്പൂർ തൊണ്ടിയിൽ തെരുവുനായക്കൂട്ടം സ്കൂൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് പിന്നാലെ തെരുവുനായക്കൂട്ടം ഓടി കടിക്കാനായി വരികയായിരുന്നു. ഈ സമയത്ത് സമീപത്ത് ഉണ്ടായിരുന്ന ഒരാൾ ഓടി വന്ന് തെരുവുനായകളെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുന്നതാണ് തെരുവുനായകളെല്ലാം തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അവിടെ രക്ഷപ്പെടുത്താൻ ആളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തൊണ്ടിനെ തുടർന്ന് തന്നെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ മലപ്പുറം തിരൂരിലുമൊക്കെ തന്നെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. കുമാർ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ മേഖലയിൽ ഈ തെരുവുനായ ശല്യം എത്രത്തോളം രൂക്ഷമാണെന്നുള്ളത്. ആ കുട്ടികളെ രക്ഷപ്പെടുത്തുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ കാലിലെ ചെരുപ്പോ മറ്റോ ഊരി എടുത്താണ് ആ തെരുവുനായ കൂട്ടത്തെ എറിയുന്നത്. ഒന്നിലധികം നായ്ക്കളുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വലിയ ശ്രദ്ധ വേണം എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.